നമസ്കാരം. കേരളത്തിലെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്തവും കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലും രണ്ടും നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ട് ദുരന്തങ്ങളിലും രണ്ട് തരം സർക്കാരുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നാണ് നോക്കുന്നത്. കേരളത്തിൽ LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഈ വിഷയങ്ങളിലൊക്കെ ഇരു സർക്കാരും ഏത് രീതിയിലാണ് ഇടപെട്ടത്? മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സർക്കാർ ഏതാണ്? ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തൊക്കെയായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ സംഭവം ഞാൻ ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ജൂലൈ 13-നാണ് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാനായിട്ട് ജോയ് ഇറങ്ങുന്നത്. പിന്നീട് ജോയ് ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നു. മാലിന്യങ്ങൾക്കിടയിൽ പോയ ജോയിയെ തപ്പാൻ വേണ്ടി സത്യത്തിൽ തൊട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സ്, സ്കൂബ ടീം, അങ്ങനെ എല്ലാവരും ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാനം നേവിയും വന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മളൊക്കെ വലിയ പ്രാർത്ഥനയിലായിരുന്നു. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി നഗരസഭയെയും ഒപ്പം സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരങ്ങളിലൊന്നും തന്നെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങൾക്ക് മറുപടി കൊടുക്കാനോ ഒന്നും തന്നെ അവർ സമയം കണ്ടെത്തിയില്ല. മുഴുവൻ ശ്രദ്ധയും ആമയിഴഞ്ചാൻ തോട്ടിൽ പോയ ജോയിയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് 46 മണിക്കൂർ ആമയിഴഞ്ചാൻ തോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാഴ്ചയും ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. ഒപ്പം ശിവൻകുട്ടി MLA അങ്ങനെ തുടങ്ങി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ തമ്പടിച്ച് ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയ കാഴ്ച നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ 46-ാം മണിക്കൂറിൽ നമ്മളെ തേടിയെത്തിയത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ജോയ് നമ്മളെ വിട്ടുപോയി എന്ന വാർത്തയായിരുന്നു. കനാലിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അതിനുശേഷമാണ് സർക്കാർ ഈ വിഷയത്തിനൊക്കെ മറുപടി കൊടുക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്. എന്താണ് മറുപടി കൊടുത്തത്? മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് റെയിൽവേയുടെ സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ സ്ഥലത്ത് കയറി മറ്റാർക്കും മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ കഴിയുകയില്ല എന്നത് റെയിൽവേ ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത് ദുരന്ത സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു. റെയിൽവേയെ കുറ്റപ്പെടുത്താതെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും തലയിൽ വെച്ച് കെട്ടി ദുരന്തമുഖത്ത് മീൻ പിടിക്കുന്ന സതീശനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അവിടുത്തെ MP ആയിട്ടുള്ള ശശി തരൂർ അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല? അതായത് ഇപ്പോൾ കർണാടകയിൽ എന്തുകൊണ്ട് സിദ്ധരാമയ്യ വരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞൊരു പ്രതികരണമുണ്ട്. അതായത് അവിടെ സംഭവിച്ചത് വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും അല്ലല്ലോ, ഒരാളല്ലേ ചുമ്മാ പോയതെന്ന്. ഇതേ രീതിയിലുള്ള ഒരു സംസാരമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് മണ്ണിടിച്ചിലിൽ കാണാതായത് ഒരു ഡ്രൈവറെ അല്ലേ എന്ന്, അങ്ങനെയാണ് അർജുനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം ഒരു ദുരന്തങ്ങൾ ഉണ്ടായാൽ എങ്ങനെയാണ് മനുഷ്യജീവന് വില കൊടുക്കുന്നതെന്നും അവരെങ്ങനെയാണ് ആ ദുരന്തത്തെ കാണുന്നത് എന്നുമുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ വിഷയത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമം നടത്തിയത്. മാത്രമല്ല ആ വിഷയങ്ങളിലൊക്കെ കേരള സർക്കാർ എത്ര ഊർജ്ജസ്വലമായാണ് പ്രവർത്തിച്ചത്. ഒപ്പം മൃതദേഹം കിട്ടിയ ശേഷം ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന സാഹചര്യമുണ്ടായി. ധനസഹായം പ്രഖ്യാപിക്കുന്നു, വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ ആ മൃതദേഹം കിട്ടുന്ന സമയത്ത് ആര്യ രാജേന്ദ്രൻ വളരെ സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനെപ്പോലും വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ സൈബർ ഇടങ്ങളിൽ നടത്തിയ വേട്ടകളൊന്നും നമ്മൾ തന്നെ മറന്നിട്ടില്ല. ഇനി നമുക്ക് നേരെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലേക്ക് വരാം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത്. കാണാതായപ്പോൾ തന്നെ കുടുംബം പരാതിയുമായി അങ്കോല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ഒരു ഒരു രീതിയിലുള്ള ദയയോ കാരുണ്യമോ ഒന്നും കാണിക്കുന്നില്ല. അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം. 3 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഈ വാർത്ത അറിയുന്നു. പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്യുന്നത്? നേരെ സിദ്ധരാമയ്യയെ വിളിക്കുന്നു. ഉടൻ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അർജുനെ ഉടൻ തന്നെ തിരച്ചിൽ നടത്തി കണ്ടെത്തണമെന്ന് പറയുന്നു. തിരച്ചിലിന് ആവശ്യമായ ഏത് സഹായവും ചെയ്യാൻ കേരളം തയ്യാറാണെന്ന് പറയുന്നു. JCB വേണോ, കിറ്റാച്ചി വേണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു കലവറയില്ലാത്ത സഹകരണം കൊടുക്കാൻ വേണ്ടി, കലവറയില്ലാത്ത ഏത് രീതിയിലുള്ള സഹായം ചെയ്യാൻ വേണ്ടി സർക്കാർ നിൽക്കുമ്പോഴും അതൊക്കെ നിഷേധിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ സഹായങ്ങളുടെ ആവശ്യമില്ല എന്ന പറയാതെ പറയുന്ന കർണാടക സർക്കാരിനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കർണാടക സർക്കാർ ദ്രുതഗതിയിലൊക്കെ വലിയ തിരച്ചിൽ നടത്തി കണ്ടെത്തുമെന്ന്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, വീണ്ടും 6 ദിവസങ്ങളായി. 6 ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറോ അല്ലെങ്കിൽ ആ സ്ഥലം MLAയോ MPയോ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശേഷം എന്താണ് സംഭവിക്കുന്നത്? അവിടെ വലിയ അനാസ്ഥ നടന്നു എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അർജുന് വേണ്ടി ശബ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. VD സതീശൻ പറയുന്നു അവിടെ കർണാടക സർക്കാരിന് അനാസ്ഥ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു.
ആ സമയം വരെ അങ്ങോട്ട് ഒരു പ്രധാനപ്പെട്ട നേതാക്കളും പോകാത്ത സാഹചര്യമുണ്ട്. ഇവിടുന്ന് ജയിച്ചു പോയ 18 കോൺഗ്രസിൻ്റെ എം പിമാർക്കും ഒരു ബി.ജെ.പിയുടെ എം പിക്കും അവിടെ പോയി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നേരിട്ട് പോയി രക്ഷാപ്രവർത്തനം പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നത് അതിദാരുണമായ സംഭവമെന്ന് പറയാതെ വയ്യ. ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്രവാഴകളും അതുപോലെ തന്നെ കേന്ദ്ര സഹവാഴകളും ഒക്കെ ഒരുപോലെയെന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ വിഷയത്തിൽ പിന്നീട് എന്താണ് കാണുന്നത്? സിദ്ധരാമയ്യ വരുന്നു. സിദ്ധരാമയ്യ എന്താണ് പറയുന്നത്? അതായത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുകയാണ്. 98% മണ്ണ് നീക്കിയെന്ന് കള്ളം പറയുന്നു. ഇവിടെ അനാസ്ഥ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ട് ചെന്ന സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ആട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പല സൂചനകൾ നൽകുന്നവരെ മർദ്ദിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ ആ ദുരന്തമുഖത്ത് എന്താണ് കാണുന്നത്? സെൽഫി എടുത്ത് ആർമാദിക്കുന്ന SP അങ്ങനെ തുടങ്ങി. അതായത് ഒരാൾ ചാകാൻ കിടക്കുമ്പോൾ അവിടെ ക്യാബറ ഡാൻസ് കളിക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. മനുഷ്യത്വത്തിന് ഒരു പട്ടിയുടെ ഒരു വില പോലും കൊടുക്കാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടു. തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു സർക്കാർ കർണാടക ഭരിക്കുന്നു എന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടായി. മാത്രവുമല്ല പല വിഷയങ്ങളും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അർജുൻ്റെ അമ്മ എന്താണ് പറയുന്നത്? മകന് ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നു. അവരുടെ പ്രതീക്ഷകൾ മങ്ങുന്നു. ഇത് കേരളത്തിലായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര വേഗം എൻ്റെ മകന് കിട്ടിയിരുന്നേനെ എന്ന് ആ കുടുംബം പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഒരു മലയാളിക്ക് വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം അത് ഭിന്നസ്വരമായി പോയതും ഞാനിവിടെ എടുത്തു പറയുകയാണ്. ഇതാണ് പിണറായി വിജയൻ സർക്കാരും ഒപ്പം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് പിണറായി വിജയനും സതീശനും തമ്മിലുള്ള വ്യത്യാസം. ഈ സമയം വരെ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെയാണ് കർണാടക സർക്കാർ എന്ന് പറഞ്ഞ് ഒരു പ്രതിരോധം തീർക്കാനോ ശ്രമം നടത്തിയിട്ടില്ല. കാരണം ദുരന്തത്തിൽ മീൻ പിടിച്ച് ഈ സർക്കാരിന് ശീലമില്ല എന്നുള്ളതല്ല, ഈ സർക്കാർ ദുരന്തത്തിൽ മീൻ പിടിക്കാൻ തുനിയാറില്ല. അങ്ങനെ തുനിയുകയായിരുന്നുവെങ്കിൽ എത്ര വിഷയങ്ങളിൽ മീൻ പിടിക്കാമായിരുന്നു. ദുരന്തങ്ങളെ വിറ്റ് ദുരന്തങ്ങളിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച ശീലമുള്ള കോൺഗ്രസിനെ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ ഈ സർക്കാർ ശ്രമം നടത്തിയിട്ടുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത കർണാടകയിലെ സർക്കാരിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അതായത് ഒരാളുടെ ജോലിയുടെ പേരിൽ, അയാളുടെ നിറത്തിൻ്റെ പേരിൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഒരു വിലയിട്ട് കൊടുക്കുന്ന സർക്കാർ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മനുഷ്യജീവന് ഒരു പുല്ല് വിലയും കൊടുക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ സംഭവം നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പറഞ്ഞതുപോലെ എത്ര വേഗതയിൽ നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ആമയിഴഞ്ചാൻ തോട് നമുക്ക് ഒരു കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ സർക്കാർ എങ്ങനെയാണ് പെരുമാറുക, ഏത് രീതിയിലൊക്കെ എന്തൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുമെന്ന്. എന്നാൽ കർണാടക സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം നമ്മൾ എന്താണ് കാണിച്ചു തരുന്നത്? ആരൊക്കെ ഒഴുകിപ്പോയാലും, ആരൊക്കെ എവിടെയൊക്കെ പെട്ടുകിടന്നാലും, എത്രയൊക്കെ ശബ്ദമുയർത്തിയാലും ഞങ്ങൾ അനങ്ങില്ല എന്നാണ് അവർ കാണിച്ചു തരുന്നത്. അർജുൻ മാത്രമല്ല മണ്ണിലുള്ളത്. ഇപ്പോൾ സണ്ണി ഗൗഡയുടെ ബോഡി കിട്ടിയെന്ന് അറിയുന്നു. കൂടാതെ ശരവണനുണ്ട്, ലക്ഷ്മണനുണ്ട്, ലോകേഷുണ്ട്, പിന്നെ പേരറിയാത്ത ആരൊക്കെയോ ഉണ്ട്. പക്ഷേ ഒരു അർജുന് വേണ്ടി ശബ്ദമുയർന്നപ്പോഴാണ് ഈ മണ്ണ് മാറ്റാൻ പോലും അവർ ശ്രമം നടത്തിയത്. ശബ്ദമുയർന്നില്ലായിരുന്നുവെങ്കിൽ ആ മണ്ണ് പോലും അവർ മാറ്റാനുള്ള ശ്രമം നടത്തില്ലായിരുന്നു. മനുഷ്യജീവന് എത്ര വിലയാണ് കർണാടക സർക്കാർ കൊടുക്കുന്നത്? അതായത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ സർക്കാരിനെ, നമ്മുടെ സംസ്ഥാന സർക്കാരിനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ദുരന്തമുഖങ്ങളിലൊക്കെ പിണറായി വിജയൻ സർക്കാർ കാണിച്ചൊരു മാതൃകയുണ്ട്. ഈ സർക്കാർ അങ്ങനെ തന്നെ നിലയുറച്ച് നിന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പ്രളയത്തിലും നിപ്പയിലും കോവിഡിലും ഒന്നും നമ്മൾ ജീവനറ്റു പോകാതെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ കാണിച്ച ഒരു വലിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ, ഈ സർക്കാർ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളുടെ, ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ച പ്രതിബദ്ധതയുടെ, ഈ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളാണ് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടത്, അതുകൊണ്ട് നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾ കൂടുതൽ പരിഗണന നൽകുന്നത് എന്ന് കാണിച്ചു തന്നതിൻ്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.